ഇനി വരുന്ന 10th പ്രിലിംസ്, കമ്പനി ബോർഡ്, LGS, ദേവസ്വം ബോർഡ് പരീക്ഷകൾ എന്നീ എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും ഈ ഏരിയയിൽ നിന്നുള്ള മുൻകാല ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. PSC പരീക്ഷയിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം: വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ പാടായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വൈകുണ്ഠസ്വാമികളെ പറ്റി കുറച്ച് പഠിക്കാം. ബോറടിപ്പിക്കില്ല, ചോദിക്കുന്ന മാത്രം പോയിൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് വൈകുണ്ഠസ്വാമികളെക്കുറിച്ചൊന്ന് പഠിക്കാം. എന്നിട്ട് നമുക്ക് ഈ ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ. വൈകുണ്ഠസ്വാമികൾ ജനനം 1809 മാർച്ച് 12. ജന്മസ്ഥലം സ്വാമിത്തോപ്പ്, കന്യാകുമാരി. ദക്ഷിണേന്ത്യയിലെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ചാന്നാർ ലഹളയ്ക്ക്, അതായത് മേൽമുണ്ട് സമരം, പ്രചോദനം നൽകിയ ആത്മീയ നേതാവ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അരുൾനൂല്, അഖിലത്തിരുട്ട് അമ്മാനി. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. അന്തരിച്ച വർഷം ഏതാ? 1851 ജൂൺ 3. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ജനനം എന്ന 1809 മാർച്ച് 12. പഠിച്ചു പോണേ. എത്ര? 1809 മാർച്ച് 12. ജന്മസ്ഥലം സ്വാമിത്തോപ്പ്, കന്യാകുമാരി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയാരാണ്? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതാരാ? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അതേപോലെ എന്നാ സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനവും ആരംഭിച്ചു. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത എന്ത് പേരിൽ അറിയപ്പെടുന്നു? അയ്യാവഴി എന്നറിയപ്പെടുന്നു. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അരുൾനൂല്, അഖിലത്തിരുട്ട് അമ്മാനി. അന്തരിച്ച വർഷം ഏതാ? 1851 ജൂൺ 3. അപ്പോൾ നമ്മൾ വൈകുണ്ഠസ്വാമികളെ പറ്റി എക്സാമിന് ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിൻറ്റ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. 1. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. 2. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. 3. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. 4. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താ? ശരിയായവ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? അദ്ദേഹം ജനിച്ചതെന്ന 1809 മാർച്ച് 12. എവിടെയാണ് ജനിച്ചത്? സ്വാമിത്തോപ്പ്, കന്യാകുമാരി. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കണം? 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അത് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താ? അത് ശരിയാണ്. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. ശരിയാണ്. 4. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതും ശരിയാണ്. അപ്പം ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 2, 3, 4. അപ്പോൾ ശരി ഏതൊക്കെയാണ്? 2, 3, 4. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? PSC റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കുറിച്യ കലാപം. അപ്പോൾ ആദ്യം നമുക്ക് കുറിച്യ കലാപത്തെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. അതിനുശേഷം ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. കുറിച്യ കലാപം നടന്നത് 1812 മാർച്ച്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡൻ. കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചത് 1812 മെയ് 1. ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കുറിച്യ കലാപം നടന്നതെന്ന 1812 മാർച്ച്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ. കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചത് 1812 മെയ് 1.
ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവനയായ കലാപം നടന്നത് 1812 അത് ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. അത് തെറ്റായ പ്രസ്താവനയാണ്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതും തെറ്റായ പ്രസ്താവനയാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2, 3. പ്രസ്താവന 2, 3 തെറ്റാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. അപ്പോൾ ശരി ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോടായിരുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 3. 1, 2, 3 ശരി. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. ഉത്തരം ഏതാ? ഉത്തരം ഓപ്ഷൻ എ 1937. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. കേരള സർവകലാശാലയുടെ പഴയ പേര് എന്താ? തിരുവിതാംകൂർ സർവകലാശാല. ഈ തിരുവിതാംകൂർ സർവകലാശാല എന്നാണ് കേരള സർവകലാശാലയായത് 1957. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചതാരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്: കുണ്ടറ വിളംബരം 1809, കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, കുറിച്യ കലാപം 1810. അപ്പോൾ നമ്മൾ കുറിച്യ കലാപത്തെ പറ്റി നേരത്തെ പഠിച്ചായിരുന്നു. കുറിച്യ കലാപം എന്നായിരുന്നു? 1812. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സംഭവം ഏതാണ്? ഓപ്ഷൻ ഡി കുറിച്യ കലാപം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ഉത്തരം ഏതാ? ഓപ്ഷൻ സി കേരളീയ സുഗുണബോധിനി. കേരളീയ സുഗുണബോധിനി. ഈ ഭാഗത്ത് നിന്ന് PSC ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യം കൂടി നോക്കാം. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാ? കുന്തലത. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഇന്ദുലേഖ. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഇന്ദുലേഖ. ലക്ഷണമൊത്ത ഇന്ദു എന്നൊക്കെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷാ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതിയായി കണക്കാക്കപ്പെടുന്നത് രാമചരിതം. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചി. ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ചിലപ്പതികാരം. കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന അതുലൻ്റെ കൃതി മൂഷകവംശം. അപ്പോൾ ഏതൊക്കെ ഒന്നുകൂടെ നോക്കാം. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാ? കുന്തലത. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഏതാ? ഇന്ദുലേഖ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാ? സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷാ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതിയായി കണക്കാക്കപ്പെടുന്നത് ഏതാ? രാമചരിതം. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏതാ? മധുരൈ കാഞ്ചി. ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാ? ചിലപ്പതികാരം. കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന അതുലൻ്റെ കൃതി ഏതാ? മൂഷകവംശം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? PSC റിപ്പീറ്റായി ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണ്, ഒന്ന് നോക്കി വെച്ചേക്കണേ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദൻ. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാര്? കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാര്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാര്? യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം ഓപ്ഷൻ ബി
VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാരാണ്? VT ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഏതാണ് ഉൾപ്പെടാത്ത വിഷയം? ഉത്തരമേതാ? ഓപ്ഷൻ സി ജനസംഖ്യാ അനുപാത സംവരണം. ഭരണപരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്, ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാ? ഓപ്ഷൻ സി ജനസംഖ്യാ അനുപാത സംവരണം. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? PSC റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയാണിത്. അപ്പോൾ ഉത്തരം ഏതാ? ഉത്തരം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. PSC ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടി നോക്കാം. ചാന്നാർ സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി ആരാണ്? ഉത്തരം തിരുനാൾ. മരുമക്കത്തായ മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമാനുമതി നൽകിയ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ TK മാധവൻ. ഉത്തരം ഓപ്ഷൻ എ TK മാധവൻ. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ 5. ഉത്തരം ഓപ്ഷൻ എ 5. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി അർണോസ് പാതിരി. ഉത്തരം ഓപ്ഷൻ ബി അർണോസ് പാതിരി. PSC റിപ്പീറ്റായി ചോദിക്കുന്ന കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. ആദ്യം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോൾ എന്തൊക്കെയാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാരാ? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയതാരാ? അർണോസ് പാതിരി. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയതാരാ? ബെഞ്ചമിൻ ബെയ്ലി. ആദ്യം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയതാരാ? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? ഉത്തരം ഓപ്ഷൻ എ തൃശ്ശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഉത്തരം ഓപ്ഷൻ എ അരുവിപ്പുറം.
കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ഉത്തരം ഓപ്ഷൻ സി മലബാർ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ഉത്തരം ഓപ്ഷൻ എ രാമനമ്പി. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിലൊന്നായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിലൊന്നായിരുന്നു ചാന്നാർ ലഹള. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം ശരിയാണ്. വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ അതും ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജം നമ്മൾ പഠിച്ചില്ലേ? സമത്വ സമാജം ആരാണ്? കുമാരഗുരുദേവനാണോ? അല്ല, വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം. അപ്പം ഓപ്ഷൻ സി തെറ്റാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം അതും ശരിയാണ്. അപ്പോൾ ഏതാ ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ഉത്തരം ഓപ്ഷൻ സി ഗിഫോർഡ്. ഉത്തരം ഓപ്ഷൻ സി ഗിഫോർഡ്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. ഉത്തരം ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തതേത്? താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഉത്തരം ഓപ്ഷൻ സി 5. ഉത്തരം ഓപ്ഷൻ സി 5. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമേത്? ഉത്തരം ഓപ്ഷൻ ബി കയ്യൂർ സമരം. ഉത്തരം ഓപ്ഷൻ ബി കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ഉത്തരം ഓപ്ഷൻ എ വി കുട്ടിമാളു അമ്മ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതാര്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം എ കുമാരഗുരുദേവൻ. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2, 4, 1, 3. ആദ്യമേതാ? ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം,
ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. ഓർഡർ ഏതാ? 2, 4, 1, 3. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായർ. ഉത്തരം ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ലോർഡ് കഴ്സൺ. ഉത്തരം ഓപ്ഷൻ ബി ലോർഡ് കഴ്സൺ. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതാണ് ഉത്തരം? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി ശരിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതപം അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. അത് ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അതും ശരിയാണ്. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1, 2, 3 ശരി. ഓപ്ഷൻ എ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 മാത്രം. ഏതാണ്? 1, 2, 3 മാത്രം ശരി. ഉത്തരം ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമേത്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ സി നവമഞ്ജരി. ഉത്തരം ഓപ്ഷൻ സി നവമഞ്ജരി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി? ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ? ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ? ഉത്തരം ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. ഉത്തരം ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. PSC റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? ഉത്തരം ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഉത്തരം ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. എന്താണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി മഹാത്മാ അയ്യൻകാളി. ഉത്തരം ഓപ്ഷൻ ഡി മഹാത്മാ അയ്യൻകാളി. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ എ ആലുവ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി കുറുളി ചേകോൻ. അയ്യങ്കാളി ജനിച്ചത് എന്ന്? അയ്യങ്കാളി ജനിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28.